ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും നമ്മോടൊപ്പം കൂടിക്കോളൂ. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു അല്പം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് ഞാനൊരു അരമുറി ചെറിയ നാരങ്ങയുടെ നീര് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. അധികം സ്പൈസി അല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആണ് മുളക് പൊടി നമ്മളിപ്പോൾ ചേർക്കാത്തത്. അപ്പോൾ അത് നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ചിക്കനിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു 1.5 സവാളയോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗാർലിക്ക്, പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ജാതിക്കപ്പൊടി, നമുക്ക് ഗരം മസാല 1 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും. മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ്പാകാതെ നോർമൽ ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയുള്ള മസാലകൾ റെഡിയാക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്ക് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സവാള നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചാറ്റിയ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം.